ചാത്തൻ സേവ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. എന്റെ അമ്മയുടെ മാമൻ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നുണ്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ ഒരു അമ്പലം വീടിന്റെ തൊട്ടടുത്ത് തന്നെ പുള്ളി പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ അവിടെ പോവുകയും ചെയ്യായിരുന്നു. ചാത്തന് വേണ്ടി കളവെഴുത്തും തോറ്റുംപാട്ടും ഉത്സവങ്ങൾ വരെ പുള്ളി അവിടെ നടത്തിയിട്ടുണ്ട്. പല ഉത്സവത്തിന്റെ ഇടയിലും ഉറഞ്ഞു തുള്ളുന്ന മാമന്റെ മേത്ത് ചാത്തൻ കയറും. അപ്പോൾ ചെറുതായിരുന്ന എന്നെ മാത്രം പ്രത്യേകം അടുത്ത് വിളിച്ച് പുള്ളി എപ്പോഴും ഒരു കാര്യം പറയായിരുന്നു. അതെന്താന്ന് ഞാൻ മറന്നുപോയി. കാരണം ഈ പറയുന്ന സെനാറിയോസ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ വളരെ കുഞ്ഞി കുട്ടിയാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചാത്തനെ പറ്റിയുള്ള അറിവും പോരാത്തതിന് എന്റെ കുറെ എക്സ്പീരിയൻസും ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകും. ഈ അടുത്താണ് ഞാനും എന്റെ ഫ്രണ്ട് ലോക ഇരുന്ന് കണ്ടത്. തിരിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒടിയനെ പറ്റി, ദുൽഖർ സൽമാന്റെ ആ ബാക്ക്ഗ്രൗണ്ടും ദുൽഖർ സൽമാൻ എന്തായാലും ഒടിയനായിരിക്കും എന്നൊക്കെ. അത് ഈ അടുത്താണ് ആ ടീം ഒഫീഷ്യലി പുറത്തു വിട്ടത് പുള്ളി ഒടിയനാണ്. അതുവരെ ആ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മൈൻഡിൽ അപ്പോഴും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടൊവിനോ തോമസ് ചെയ്തിട്ടുള്ള ചാത്തനെ പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലുള്ള അതിന്റെ ഫോക്ലോറും കാര്യങ്ങളൊക്കെ എന്താന്ന് അവൻ പറഞ്ഞത്. ചാത്തനൊക്കെ നമ്മൾ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ അവർക്ക് ആഗ്രഹമുള്ള എന്തും കിട്ടും. ആ ഒരു ഫാമിലിക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. പക്ഷേ ഇതിങ്ങനെ ജനറേഷനിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകണം. ഏതെങ്കിലും ഒരു ജനറേഷൻ അത് ചെയ്യാതിരുന്നാൽ വലിയൊരു ഡൗൺഫാൾ വരും. അതായത് ആ ഒരു കുടുംബം തന്നെ ചിലപ്പോൾ മുടിഞ്ഞു. അന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം. എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. എന്റെ അമ്മയുടെ മാമന്, അതായത് വകയിൽ എന്റെ ഒരു അപ്പൂപ്പനായിട്ടൊക്കെ വരും, പുള്ളിക്ക് ഇതുപോലെ വിഷ്ണുമായ കുട്ടിച്ചാത്തന്റെ ഒരു സേവയുണ്ട്. അതായത് തൊട്ടടുത്ത് തന്നെ പുള്ളി ഒരു അമ്പലമൊക്കെ പണിത് വെച്ചിട്ട് പുള്ളി തന്നെയാണ് അവിടുത്തെ ശാന്തിയും കാര്യങ്ങളൊക്കെ. നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തനിലും ലോകയിലൊക്കെ കണ്ടിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ചാത്തന, അത് പ്രമുഖത്തിൽ കണ്ടിട്ടുള്ള പോലെ പേടിപ്പെടുത്തുന്ന ചാത്തനമല്ല. ശരിക്കും ഉള്ളൊരു എന്റെ അറിവിൽ വെച്ചുള്ളൊരു ചാത്തൻ ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ചാത്തന് മറ്റേ ഒരു കുപ്പി കള്ളൊക്കെ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കള്ളും ചിക്കനും ചില സമയത്ത് നമ്മുടെ വിദേശ മദ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അവിടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ ഇതുപോലെ ശിവനും പാർവതിയും ഒരു സമയത്ത് മലയരന്മാരായിട്ട് രൂപം മാറിയപ്പോൾ ഉണ്ടായ ഒരു കുട്ടിയാണ് ചാത്തൻ. ആ കുട്ടിയെ ശിവൻ കാളക്കാട്ട് നമ്പൂതിരിക്ക് കൊടുക്കുകയും നമ്പൂതിരി സ്വന്തം മോനെ പോലെ പുള്ളിക്കാരനെ വളർത്തുകയും ചെയ്തു. വളർന്നു വന്നപ്പോൾ പുള്ളിക്കാരന്റെ പല സ്വഭാവങ്ങളും നമ്പൂതിരിക്ക് അങ്ങനെ പിടിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ചാത്തനെ കൊന്ന് 390 കഷ്ണങ്ങളായിട്ട് ഹോമകുണ്ടത്തിലിട്ടപ്പോൾ ആ കഷ്ണങ്ങൾ മൊത്തം തെറിച്ചു പോയി. ഓരോ കഷ്ണങ്ങളും ഓരോ ചാത്തന്മാരായി. അങ്ങനെയാണ് നമ്മൾ ലോകയുടെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണുന്ന 390 ചാത്തന്മാരുണ്ടായത്. അതിൽ മെയിനായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ചാത്തനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. നിങ്ങൾക്ക് അഥർവം പോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൈൻഡ് ഓഫ് ഒരു ബ്ലാക്ക് മാജിക് പോലത്തെ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും വളരെ വളരെ പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടെയായിരുന്നു മാമൻ്റെ ആ ഒരു വീട്. അമ്മയുടെ മാമനാണ്, എന്നാലും ഞാൻ മാമൻ എന്നാണ് വിളിക്കാറ്. ഞാൻ അവിടെ വിസിബിളി ഒന്നും കണ്ടിട്ടുണ്ടെങ്കിലും പലരും അവരുടെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മയൊക്കെ ഒരു തവണ ഇതുപോലെ എന്നോ ഒരു ദിവസം വെളുപ്പിന് ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ വാതിലാരോ തട്ടി വിളിക്കുന്ന പോലെയോ ചെന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വെളിച്ചം പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അതെനിക്ക് അറിയില്ല, കുറേ നാൾ മുമ്പാണ്. ഞാൻ ഈ പറയുന്നത് ഏർലി 2010s ഒക്കെ ടൈമാണോ. ഞാനന്ന് ബെയർലി 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ എങ്ങാണ്ടാണ്. ഞാൻ ഈ അടുത്ത് അമ്മയുടെ അടുത്ത് ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മുമ്മയുടെ അപ്പൂപ്പൻ ഇതുപോലെ വെളുത്താട്ട് ചൊവ്വ എന്ന് പറയുന്ന ഏതൊരു ഡേറ്റിയുടെ ആരാധന ഉണ്ടായിരുന്നു. പുള്ളി സം കൈൻഡ് ഓഫ് എ വൈൽഡ് സോസർ കൈൻഡ് ഓഫ് ആളായിരുന്നു. അതൊരു മാജിക്കാരൻ ടൈപ്പായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മാജിക്കാരനല്ല കേട്ടോ, ഒരു മന്ത്രവാദി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മുമ്മ ചെറുതായിരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ പരികർമ്മിയായിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു 10 വയസ്സ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ പേടിയൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ ഇതുപോലെ ബാധ ഒഴിപ്പിക്കാനും നമുക്ക് അറിയാത്ത കുറേ അസുഖങ്ങൾ വന്നാൽ അത് ചികിത്സിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇതെനിക്ക് വലിയ കാര്യമായിട്ട് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ലോകയിലെ കടമറ്റത്ത് കത്തനാരെയും നീലീനെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു 5 കൊല്ലമായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ചങ്കുരയുടെ ഐതിഹ്യമാല ഞാൻ എടുത്ത് വായിച്ചു നോക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കടമറ്റത്തച്ഛൻ ഇതുപോലെ മാജിക് ഒക്കെ പഠിച്ചത് മലയരയന്മാരുടെ അടുത്ത് നിന്നാണെന്ന് ഞാൻ അറിയുന്നത്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മുമ്മയുടെ അപ്പൂപ്പൻ ഇതുപോലെ മലയരയനൊന്നും അല്ലായിരുന്നു. പക്ഷെ മലയും കാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരാളാണ്. അവിടെ ആയിരുന്നു അവരുടെ വീടും. അപ്പോ എവിടേക്ക് എനിക്കൊരു ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഈ ചാത്തൻ എന്ന് പറയുന്നത് പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. നമുക്ക് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. പക്ഷേ ചാത്തനെ നമ്മൾ പ്രസാദിപ്പിക്കണം. എങ്ങാനും പുള്ളിക്കൊരിത്തിരി ഇത് തോന്നിയാൽ നമ്മുടെ കാര്യം കട്ട പോകാം. സോ ഇതൊരു റിസ്കി ബിസിനസ്സാണ്. പക്ഷെ ഞാൻ ഇതുപോലത്തെ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല പൊതുവെ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. എൻ്റെ മാമൻ തന്നെ ഇതുപോലെ എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു പുള്ളിക്കാരിക്ക് ഇതുപോലെ ഗന്ധർവനോ ബാധയോ എന്തെങ്ങാണ്ട് കൂടി. അപ്പോൾ ഇവർ ഒഴിപ്പിച്ചത് എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് എനിക്ക്
ശരിക്കും വിശ്വാസമായിപ്പോയി. പിന്നെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുമെന്നവരെ എനിക്ക് തോന്നിപ്പോയി. ആക്ടിങ് അല്ല, ഇതുപോലെയൊക്കെ ആൾക്കാർ പെരുമാറുമോ ശരി അറിയില്ല. എനിക്കതിൽ വിശ്വാസമില്ല. പക്ഷെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഈ അടുത്തൊന്നും അല്ല, ഒരു 3-4 കൊല്ലം മുമ്പ് ഇതുപോലെ നമ്മുടെ ഫാമിലി ബ്ലഡ് ലൈനൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പോയപ്പോൾ പാലക്കാട് ഇങ്ങനെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ ഒടിയന്മാരായിട്ട് നമ്മുടെ ഫാമിലിക്ക് കണക്ഷനൊക്കെ ഉള്ള ഒരു കാര്യം എനിക്ക് ചെറിയൊരു ബേസിക് നോളജ് കിട്ടി. പിന്നെ ഞാൻ അങ്ങനെ അന്വേഷിച്ച് പോയൊന്നുമില്ല. സോ എൻ്റെ മെറ്റേണൽ സൈഡിൽ മാജിക് ഈസ് ഇൻ ദ ബ്ലഡ്. എന്റെ ചാത്തമാരെ മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ.